എന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഓസ്ട്രേലിയ പണ്ട് അഗ്നിപർവ്വതങ്ങളാൽ സജീവമായിട്ടുള്ള ഒരു കോണ്ടിനെന്റ് ആയിരുന്നു. പക്ഷെ ഇന്ന് ആക്റ്റീവായിട്ടുള്ള വോൾക്കാനോസ് ഓസ്ട്രേലിയയിൽ ഇല്ലെങ്കിലും ഡോർമന്റ് ആയിട്ടുള്ള, അതായത് ഉറങ്ങിക്കിടക്കുന്ന ഇനാക്റ്റീവ് അഗ്നിപർവ്വതങ്ങൾ ഓസ്ട്രേലിയയിൽ ധാരാളമായിട്ടുണ്ട്. അപ്പൊ ഈ അഗ്നിപർവ്വതങ്ങൾ എന്ന് പറഞ്ഞാലേ അത്ര വലിയ ബിൽഡപ്പ് ഒന്നും കൊടുക്കണ്ട, കാരണം മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ട് ഇനാക്റ്റീവ് ആയിട്ട് കിടക്കുന്ന അഗ്നിപർവ്വതങ്ങളാണ്. അപ്പൊ അത്തരത്തിലുള്ള ഇനാക്റ്റീവ് വോൾക്കനോസ് ബെലറാത്തിന്റെ ഔട്ട്സ്കേർട്സിലും 1-2 ഉണ്ട്. അപ്പൊ അതിലൊന്നായ മൗണ്ട് വാറൻ ഹീപ്പിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. ബെലറാട്ടിലുള്ള ബ്യൂട്ടിഫുൾ ഹിഡൻ സീനിക് സ്പോട്ടാണ് മൗണ്ട് വാറൻ ഹീപ്പ്. അപ്പോൾ ഈ മൗണ്ട് വാറൻ ഹീപ്പിന്റെ താഴ്വാരത്ത് നിന്ന് നമ്മൾ പതിയെ മല കയറി തുടങ്ങി. ഈ മൗണ്ട് വാറൻ ഹീപ്പ് സാധാരണ ഒരു മലയല്ല കേട്ടോ, അതൊരു വോൾക്കാനോ ആയിരുന്നു. ഏകദേശം 2.5 to 1 million years ago ആണ് ഇത് ലാസ്റ്റ് എറപ്റ്റ് ആയി എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് വോൾക്കാനിക് ഫീച്ചറാണ് നിയർ ബെലറാട്ട്. ഈ യൂറോപ്യൻ സെറ്റിൽമെന്റിന് മുമ്പ് മൗണ്ട് വാറൻ ഹീപ്പ് ഇൻഡിജിനസ് പീപ്പിളിന്റെ ഒരു ട്രഡീഷണൽ ലാൻഡ് ആയിരുന്നു. അവരുടെ ഭാഷയിൽ വാറൻ ഗീപ്പ് എന്നാണ് ഈ മല അറിയപ്പെട്ടിരുന്നത്. വാറൻ ഗീപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എമൂൻ്റെയൊക്കെ തൂവൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഈ മല മുഴുവനും ഏകദേശം നമ്മുടെ ഈ ചിത്രപ്പുല്ല് അല്ലെ പന്നൽക്കാട് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ ഒരുതരം പുല്ലുകൊണ്ട് നിറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ പൂവ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തൂവൽ പോലത്തെ നല്ല മിനുസമുള്ള പൂക്കളാണ് അതിനുണ്ടാവാറേ. അപ്പോൾ ആ വാറൻ ഗീപ്പ് ലോപിച്ചാണ് ഇന്നത്തെ ഈ വാറൻ ഹീപ്പ് എന്നുള്ള പേര് ഈ മലയ്ക്ക് ലഭിച്ചത്. അധികം ആരുമൊന്നും ഉപയോഗിക്കാത്ത റൂട്ടായതുകൊണ്ട് നമ്മളൊരു ഓഫ് റോഡ് ട്രിപ്പ് പോകുന്ന പോലെയാണ് പോകുന്നത്. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കല്ലൊക്കെ കിടക്കുന്ന റോഡാണ്. അപ്പോൾ കുലുങ്ങിയൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഒരു 10-20 മിനിറ്റത്തെ ഓഫ് റോഡ് ഡ്രൈവിങ് കഴിഞ്ഞ് നമ്മളിതേ മൗണ്ടൻ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ദേ കാണുന്ന ഒരു വലിയ ടവറാണ്. അതുപോലെ തന്നെ കുറച്ച് പണിക്കാരവിടെയുണ്ട്. അപ്പോൾ അവരുടെ വണ്ടി മാത്രമേ അവിടെ കിടപ്പുള്ളൂ. അപ്പം മിഡ് 1800 ഒക്കെ ആയപ്പം കൊളോണൈസേഷൻ്റെ ഭാഗമായിട്ടും ഗോൾഡ് റഷിൻ്റെ ഭാഗമായിട്ടും ഒരുപാട് പേര് ഈ ഒരു ഏരിയയിലേക്ക് കുടിയേറി പാർക്കുകയും ഈ കാണുന്ന വോൾക്കാനിക് പ്ലെയിനുകളൊക്കെ ഫാം ലാൻഡായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ മൗണ്ട് വാറൻ ഹീപ്പിൻ്റെ താഴ്വാരം ഇപ്പോഴും കൃഷിഭൂമിയാണ്. പണ്ടേ ഈ ഭാഗമൊക്കെ വളരെ തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആയിരുന്നു. 1866-ലും 1901-ലും 1936-ലും പിന്നെ 2013-ലും ഉണ്ടായ വലിയ തീപിടുത്തത്തിൽ ഒട്ടുമിക്ക മരങ്ങളെല്ലാം നശിച്ചുപോയി. അതിനുശേഷം ഗവൺമെൻറ് ഇവിടെ നേച്ചർ കൺസർവേഷൻ റിസർവ് ആക്കി മാറ്റുകയും ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരുപാട് വാക്കിംഗ് ട്രെയിലുകളൊക്കെ വെക്കുകയും ചെയ്തു. അപ്പോൾ ആൾക്കാർക്ക് ഹൈക്കിങ്ങിനൊക്കെ പോകുന്നവരുടെ ഒക്കെ ഇഷ്ട സ്ഥലമാണ് ഈ മൗണ്ട് വാറൻ ഹീപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ ടവറുകളാണ്. ബെലറാത്ത് ഏരിയയിലേക്കുള്ള റേഡിയോ, മൊബൈൽ, എമർജൻസി സർവീസസ്, ബ്രോഡ്കാസ്റ്റിംഗ് സിഗ്നലുകളൊക്കെ പോരുന്നത് ഇവിടെ നിന്നാണ്. എന്താലേ ഒരു വോൾക്കാനോയുടെ ടോപ്പിലൊക്കെ കയറി എന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ രണ്ടാമത്തെ വോൾക്കാനിക് എക്സ്പോഷറാണ്. ഒന്നാമത്തെ നമ്മുടെ മൗണ്ട് ഗാംബിയറിൻ്റെയും രണ്ടാമത്തേത് ഇതും. ഓസ്ട്രേലിയനെ പറ്റി അധികം ആരും പറഞ്ഞു തരാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ. പണ്ടെന്ന് പറഞ്ഞാൽ വളരെ പണ്ട്, ഏകദേശം 550 മുതൽ 180 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഓസ്ട്രേലിയ ഗോണ്ട്വാന ലാൻഡിൻ്റെ ഭാഗമായിരുന്നു. പണ്ടത്തെ ഹിസ്റ്ററി ക്ലാസ്സിൽ ഗോണ്ട്വാന ലാൻഡ് എന്നൊക്കെ കേട്ടത് ഓർക്കുന്നുണ്ടോ? ഓർമ്മയില്ലെങ്കിൽ ഒത്തിരി തലപോയിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. അതായത് ഓസ്ട്രേലിയ, ഇന്ത്യ, ആഫ്രിക്ക, അന്റാർട്ടിക്ക, ദക്ഷിണ അമേരിക്ക, ഈ രാജ്യങ്ങളെല്ലാം ചേർന്ന് ഒരൊറ്റ ഭൂഖണ്ഡമായിട്ടാണ് പണ്ട് കാണപ്പെട്ടിരുന്നത്. അതിനെയാണ് ഗോണ്ട്വാന ലാൻഡ് എന്ന് പറയുന്നത്. കാലക്രമേണ ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനത്തെ തുടർന്ന് ആ ഭൂഖണ്ഡം വിഭജിച്ച് ഇന്ന് കാണുന്ന തരത്തിലുള്ള രാജ്യങ്ങളും ഭൂഖണ്ഡങ്ങളും ഒക്കെ ആയി മാറി. ഈ ടെക്ടോണിക് പ്ലേറ്റിന്റെ മൂവ്മെന്റ് കാരണം ഉണ്ടായ വിള്ളലുകൾ എർത്തിന്റെ ക്രസ്റ്റിലേക്ക് എത്തുകയും മാഗ്മ ആ ക്രാക്സിലൂടെ പുറത്തേക്ക് വരികയും ചെയ്തു. ഹെക്ടറുകളോളം ലാവ ഒഴുകി പരക്കുകയും അത് ഉറഞ്ഞ് വോൾക്കാനിക് റോക്സ് ആയി മാറുകയും ചെയ്തു. ഇനി ഭൂമിയിലെ തന്നെ ഓൾഡസ്റ്റ് വോൾക്കാനിക് റോക്സ് കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്ന് വെസ്റ്റേൺ ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയയുടെ യങ്ങസ്റ്റ് വോൾക്കാനിക് പ്രൊവിൻസ് ആണ് വിക്ടോറിയ. വെസ്റ്റേൺ വിക്ടോറിയയിൽ ഏകദേശം 400ഓളം സ്മോൾ വോൾക്കാനോസ് ഉണ്ട്. ബട്ട് ഓസ്ട്രേലിയ ഹാസ് നോ ആക്റ്റീവ് വോൾക്കാനോസ് റൈറ്റ് നൗ, ബട്ട് സം ആർ കൺസിഡേർഡ് ഡോർമന്റ്. അതായത് ഇപ്പോൾ നിർജീവമാണെന്ന് തോന്നുമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന അഗ്നിപർവ്വതങ്ങൾ സ്റ്റിൽ ഓസ്ട്രേലിയയിലുണ്ട്. ചിലപ്പോൾ അങ്ങനെ ഒരെണ്ണം ആകാം നമ്മുടെ ഈ വാറൻ ഹീപ്പും, പറയാൻ പറ്റത്തില്ല.
അപ്പോൾ ഈ ഒരു റിച്ച് വോൾക്കാനിക് സോയിലാണ് ഈ ഒരു ഫോറസ്റ്റിനും താഴെ കാണുന്ന കൃഷിയിടങ്ങൾക്കും ഒക്കെ വിളനിലമൊരുക്കുന്നത്. ഈ മലയുടെ താഴ്വാരം മുഴുവൻ കൃഷിഭൂമിയാണ്. പലതരത്തിലുള്ള ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും അവർ കൃഷി ചെയ്യുന്നു. ഇന്നത്തെ ഓസ്ട്രേലിയയുടെ രൂപവും ഭാവവും കാണുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല പണ്ടത്തെ ഓസ്ട്രേലിയ ഒരു വോൾക്കാനിക് ലാൻഡ് ആയിരുന്നുവെന്ന്. റിച്ച് ഹിസ്റ്ററിയുള്ള ലാൻഡാണ് ഓസ്ട്രേലിയ. പലതും റൂയിൻഡാണ്. എന്നെങ്കിൽ പോലും ഇപ്പോൾ കണ്ടംപററി സിറ്റുവേഷനിൽ അവരതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സംരക്ഷിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഈ ലാൻഡിൻ്റെ ട്രഡീഷണൽ ഓണേഴ്സിൻ്റെ ആൻസിസ്റ്റേഴ്സ് പലരും ഈ വോൾക്കാനിക് ആക്ടിവിറ്റീസൊക്കെ വിറ്റ്നസ് ചെയ്തവരാണ്. ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്നു എന്ന് പറയപ്പെടുന്ന വോൾക്കാനിക് ആക്ടിവിറ്റി നടന്നത് 30,000 വർഷങ്ങൾക്ക് മുൻപാണെന്ന് കരുതപ്പെടുന്നു. ഈ മലയുടെ താഴ്വാരത്തൊരു കാസിലുണ്ട്, ക്രയാൽ കാസിൽ. ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാസിലല്ല അത്. 1972 വിനോദത്തിന് വേണ്ടിയിട്ട് കെയ്ത്ത് റയാൽ എന്ന് പറയുന്ന ഒരാൾ പണി കഴിപ്പിച്ച ഒരു കാസിലാണത്. ആ കാസിലിൻ്റെ പുറകിലേക്കാണ് ഈ ഒരു മലയും കാടും. നേറ്റീവ് വൈൽഡ് ലൈഫിനെ നമുക്ക് ഇടയ്ക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞല്ലോ, അധികം വണ്ടികളൊന്നും വരാത്ത ഒരു വഴിയാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടിയും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ റോഡരികിൽ കങ്കാരുക്കളൊക്കെ നിന്ന് എത്തി നോക്കുന്നുണ്ടായിരുന്നു എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു റോട്ടിൽ നമ്മൾ സന്ധ്യാസമയത്തൊക്കെ ഡ്രൈവ് ചെയ്യുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. കാരണം കങ്കാരുക്കളൊക്കെ ഓടി വന്ന് വണ്ടിയുടെ മുമ്പിലേക്ക് ചാടാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. കങ്കാരുക്കൾ മാത്രമല്ല, ഒരു ഹീപ്സ് ഓഫ് മൊയിലുകളുണ്ട്. അതേപോലെ മൊയിലുകളെ പിടിക്കാൻ നടക്കുന്ന കുറുക്കനുണ്ട്, കോവാലകളുണ്ട്. അങ്ങനെ നേറ്റീവ് വൈൽഡ് ലൈഫ് വളരെ ആക്റ്റീവായിട്ടുള്ള ഏരിയകളാണ് ഇതൊക്കെ. ஆனும் மனதில் சென்றோலிய என் மனதில் இன்னொருவம் கண்டுபிடிப்பாயா பூக்களுக்குள்ளே தேனுள்ள வரையில் காதலர் வாழ்க பூக்களுக்குள்ளே தேனுள்ள வரையில் காதலர் வாழ்க பூமிக்கு மேலே வானுள்ள வரையில் காதலும் வாழ்க പൂക്കളുക്കുള്ളേ തേനുള്ള വരയിൽ കാതൽ വാഴ ഭൂമിക്ക് മേലെ വാനുള്ള വരയിൽ കാതലും വാഴ. നമ്മളിത് മലയിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ നമ്മളുടെ വലത് ഭാഗത്ത് കൃഷി ഇടങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് പോലത്തെ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. കണ്ടോ, ഗോതമ്പ് വയലുകളാണ് താഴെ കാണുന്നത്. പകുതിയും കൊയ്തിട്ടേക്കുന്നവയാണ്. പിന്നെ ആ പച്ച കളറിൽ കാണുന്ന എന്നാന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതിൻ്റെ അടുത്തൂടെ പോയി കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ഇലകൃഷിയാണെന്ന് മാത്രമേ അറിയത്തുള്ളൂ. കാരണം നമ്മൾ ഹൈവേ അതിൻ്റെ തൊട്ടടുത്ത്, അപ്പോൾ നമ്മൾ ഹൈവേ കൂടെ പോകുമ്പോൾ ഈ കൃഷിയിടങ്ങളൊക്കെ വ്യക്തമായിട്ട് കാണാം. അപ്പോൾ കാണുമ്പോഴാണെങ്കിലും അതെന്താണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. എന്തോ ഒരു ഇലയാണ്, ക്യാബേജ് അല്ല, പക്ഷേ അതേപോലത്തെ എന്തോ ഒരു ഇലകൃഷിയാണത്. അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണത്. ബല്ലറാത്തിൻ്റെ ഒട്ടുമിക്ക ഏരിയകളും നമുക്ക് ഇവിടെ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കവർ ചെയ്യാൻ പറ്റും.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ ഓസ്ട്രേലിയൻ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. Stay tuned for Australian updates and thank you for watching.